എന്താണ്? വസുമതി അച്യുതാനന്ദൻ. വസുമതി അച്യുതാനന്ദൻ. എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ട്? ഉണ്ടായിരുന്നു, നേഴ്സായിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ. റിട്ടയർഡായി ഇപ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ല, ഹസ്ബൻഡ് നോക്കല്. അപ്പോൾ സഖാവിൻ്റെ ഈ ആരോഗ്യത്തിൻ്റെ രഹസ്യം മുഴുക്കെ പിന്നെ വസുമതി മാഡത്തിൻ്റെ കെയർ ആയിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. കുറച്ചൊക്കെ. പിന്നെ പ്രത്യേക നിഷ്കർഷം വല്ലതും ഉണ്ടോ ഭക്ഷണത്തിന്? ഭക്ഷണത്തിന് ഭയങ്കര ചിട്ടയോടെ സഖാവ് കഴിക്കുന്നതല്ല. അതെല്ലാം ഡോക്ടറുടെ ഒരു നിർദ്ദേശപ്രകാരമാണോ അതോ? ഡോക്ടർ മാത്രമല്ല, നേരത്തെ മുതലേ അങ്ങനെ ഒരു ചിട്ടയിലാണ്. പിന്നെ ഡോക്ടർമാർ പറയുന്നതല്ല അപ്പടി അനുസരിക്കുകയും ചെയ്യും. മരുന്ന് മാത്രമേ കഴിക്കാൻ പ്രയാസമുള്ളൂ, മെഡിസിൻ കഴിക്കത്തില്ല, അതിഷ്ടമല്ല. പക്ഷെ മറ്റു കാര്യങ്ങളൊക്കെ ഡോക്ടർ പറയുന്ന അനുസരിക്കും. പിന്നെ എവിടെയാണ് നാട്? ആലപ്പുഴ ജില്ലയിലെ കുറ്റിത്തോടെന്ന് പറയും. സഖാവിന്റെ വീടിന്റെ അടുത്ത്? അല്ലല്ല, കുറെ അകലെയാണ്. നിങ്ങളുടെ കല്യാണം അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു? പാർട്ടി അറിഞ്ഞുള്ള കല്യാണമാണ്. നേരത്തെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു? മഹിളാ പ്രവർത്തകയായിരുന്നു ആദ്യകാലത്ത്. അന്ന് മുതൽ തന്നെ അറിയാം? സഖാവ് പ്രസംഗിക്കാനൊക്കെ വരുമ്പോൾ കേൾക്കുമല്ലോ, അങ്ങനെ അറിയാം. അല്ല, കല്യാണത്തിന് മുമ്പ് ഒരു ശുപാർശയുമായിട്ട് സഖാവിന്റെ അടുത്ത് ചെന്നിരുന്നു. ഏത് സഖാവിന്റെ കൂടെയാണ് പോയത്? സഖാവ് ലില്ലിയുടെ കൂടെ മഹിളാ പ്രവർത്തകയായിരുന്നു. അപ്പം അന്നത്തെ ആ സംഭവം എന്തായിരുന്നു, എങ്ങനെയാണ്? അന്ന് ഞാൻ മഹിളാ പ്രവർത്തകയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ SSLC പാസ്സായി കഴിഞ്ഞു. അപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പം സാമ്പത്തികമായിട്ടുള്ള ഫാമിലി അല്ല, വളരെ പാവപ്പെട്ട കുടുംബത്തിലായിരുന്നു ഞാൻ ജനിച്ചത്. അപ്പം അവർ പറഞ്ഞു ഒരു ജോലി കൂടി ഉണ്ടെങ്കിൽ സഖാവിന് നല്ലപോലെ പ്രവർത്തിക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പോഴേ പിന്നെ അപ്പോൾ പാർട്ടി സെക്രട്ടറി ഒക്കെ ആയിരുന്നു സഖാവ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെ പോയി സഖാവിനോട് സംസാരിക്കാമെന്നും പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ സഖാവ് ആദ്യം പരിചയമൊന്നുമില്ല എനിക്കപ്പോഴൊന്നും. അപ്പം ഈ ലില്ലി സഖാവ് തന്നെയാണ് പോയി സംസാരിച്ചത്. നമ്മളൊരു മഹിളാ പ്രവർത്തക വന്നിട്ടുണ്ട്, ഒരു സ്കൂളിലെ ഒരു വേക്കൻസിയെ പറ്റി സംസാരിക്കാനാണ് സഖാവിന് ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. അതെല്ലാം കേട്ടിട്ട് സഖാവ് ഒന്ന് മൂളി, ഇത്രയേ ഉള്ളൂ. അതൊന്നുമില്ല, വെറുതെ മൂളിയതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ച് പോന്നു, അത്രയേ ഉള്ളൂ. എന്നിട്ട് ആ ജോലി കിട്ടിയോ? കിട്ടിയില്ല. ആ ജോലിയൊന്നും കിട്ടിയൊന്നുമില്ല. അങ്ങനെ ശുപാർശ സഖാവ് തരാറില്ല, ആർക്കൊന്നും അങ്ങനെ ചെയ്തിട്ടുമില്ല, ഇത് തോന്നണേ. അപ്പൊ അതിനുശേഷം പിന്നെ എങ്ങനെയാണ് ജോലി കിട്ടിയത്? ഞാൻ അവിടെ ഹാൻഡിക്രാഫ്റ്റിന്റെ ഒരു പ്രവർത്തകയായിട്ട് അവിടെ ഈ വനിതാ സമാജത്തിനുണ്ടായിരുന്നു. ഞങ്ങളുടെ അവിടെ കോടന്തുരത്തിൻ്റെ പഞ്ചായത്തിൻ്റെ വക. അതിലൊരു നല്ല ബെസ്റ്റ് വനിതാ സമാജമായിട്ട് എൻ്റെ സമാജം തിരഞ്ഞെടുത്ത് ഞാൻ സെക്രട്ടറി ആയിരുന്നു അവിടുത്തെ. അപ്പം പിന്നെ NES ബ്ലോക്ക് എന്നെ പിന്നെ ഹാൻഡിക്രാഫ്റ്റ് ഇൻസ്ട്രക്ടറിൻ്റെ കോഴ്സിന് വിട്ടായിരുന്നു, സോഷ്യൽ വർക്കേഴ്സിൻ്റെ. അങ്ങനെ ഹൈദരാബാദിൽ പോയി അവിടെ അതിൻ്റെ ഒരു 1 ഇയർ കോഴ്സ് എടുത്തു, ഹാൻഡിക്രാഫ്റ്റ് ഇൻസ്ട്രക്ടറുടെ കോഴ്സ് എടുത്ത് കഴിഞ്ഞാൽ അവിടെ വെച്ചാണ് എനിക്ക് ഒരു പനി വന്നു കഴിഞ്ഞപ്പം ഹോസ്പിറ്റലിൽ പോയി. സെക്കൻഡറാബാദ് ആശുപത്രിയിൽ പോയായിരുന്നു. അവിടെ വെച്ച് ഇങ്ങനെ നേഴ്സുമാരെല്ലാം കണ്ടപ്പോൾ എനിക്ക് അത് ഒരു താല്പര്യം തോന്നി. അങ്ങനെ ആപ്ലിക്കേഷൻ അയച്ചിട്ടാണ് നേഴ്സിങ്ങിന് പോയത്. അപ്പോൾ ആരുടെയും ശുപാർശയില്ലാതെ? ശുപാർശയൊന്നും ഉണ്ടായി. നഴ്സിംഗും പാസ്സായി, ജോലിയും കിട്ടി. മകൻ ആണ്. പേരെന്താണ്? അരുണിന്റെ വൈഫിന്റെ പേരെന്താ? രജനി. ഡോക്ടർ രജനി. വർക്ക് ചെയ്യുന്നുണ്ടോ? പഠിക്കുക ഇപ്പം ENT ഡിപ്ലോമ പഠിച്ചോണ്ടിരിക്കുന്നത്. എവിടെ? ട്രിവാൻഡ്രം തന്നെയാണ്? മംഗലാപുരം. എവിടെയാണ് നാട്? എറണാകുളത്താണ്. സഖാവിന് എത്ര കുട്ടികളാണുള്ളത്? 2 പേര്. ഇനി ഒരാള്? മൂത്ത മോള് എന്ത് ചെയ്യുന്നു? മോള് രാജീവ് ഗാന്ധി സെന്ററിലെ സയന്റിസ്റ്റാണ്. കേരളത്തില് പ്രത്യേകമായിട്ട് ആദ്യമായിട്ട് ഒരു ഡോക്ടറേറ്റ് കിട്ടിയത്. അതെ. മക്കളുടെയൊക്കെ കാര്യങ്ങളിലൊക്കെ ഇടപെടാറുണ്ടോ? പഠിത്ത കാര്യങ്ങളിൽ ചെറുപ്പത്തിലൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ പരിപാടിക്കൊക്കെ പോയിട്ട് വന്നിട്ട് ഇവിടെ ചെക്ക് ചെയ്യുമായിരുന്നു, അങ്ങനെയൊക്കെ ലാംഗ്വേജൊക്കെ എങ്ങനെയുണ്ട്, ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെയുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. സമയം കിട്ടുന്നതനുസരിച്ച് ചെയ്യുമായിരുന്നു.